ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അക്സ അറ്റം, അക്സറ അങ്ങേയറ്റം, ഗായ അറ്റത്തിൻ്റെ അങ്ങേയറ്റം, അൽ ഖുദൂ താഴ്മയുടെ, വത്തദല്ലുൽ നിസാരത്തരത്തിൻ്റെ, നിസാരത്തരത്തിൻ്റെയും താഴ്മയുടെയും അറ്റത്തിൻ്റെ അങ്ങേയറ്റം, അങ്ങനെ അതാണ് ഇബാദത്ത്. അവിടേക്ക് ജെത്തിയാൽ ജാരായി, അബ്ദായി. അപ്പൊ എനിക്ക് തെക്ബീർ ചെയ്യില്ല, ഇതെന്റെ പടച്ചോനെ കണ്ടു, പടച്ചോനെ എവിടുന്നാ കണ്ടു. വസ്ജുദ് വഖ്തരി, വസ്ജുദ് വീണാളാ, വഖ്തരിം എന്നിട്ട് അടുത്താളാ. അപ്പൊ ഇങ്ങനെയൊക്കെ അടുക്കൂല, ഇങ്ങനെ നിന്നു, പിന്നെ അങ്ങനെ പിന്നെ വീണു. വീണപ്പോ എന്തായി? അടുത്തു. അടുക്കാവുന്ന പണിയാണ് എന്ത്? പറകുട്ടി സുജൂദ് എന്തിനുള്ള പണിയാണ്? അടുക്കാതെയിരിക്കാം. വീണമാരിക്കാൻ കാട്ടി എന്തുണ്ടായില്ല? അക്സാവായത്തിൽ ഉണ്ടായി. അപ്പൊ ഹൈഅത്ത് ഉണ്ടായി. ഹൈഅത്ത് അല്ലാഹ്ക്ക് വേണ്ട, ഹൈഅത്ത് അല്ലാഹ്ക്ക് വേണ്ട. ഹൈഅത്തിന്റെ രൂപം അത് അല്ലാഹ്ക്ക് വേണ്ട. അതിന്റെ തടി അല്ലാഹ്ക്ക് വേണ്ട. ഇപ്പത്തര വലിയ 110 കിലോ ഉള്ള 110 കിലോ ആ കിലോ അത് അല്ലാഹ്ക്ക് വേണ്ട. അത് വീണു, അതും അല്ലാഹ്ക്ക് വേണ്ട. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. കന്നൂട്ടുന്നവർക്ക് വരെ കാണാതിട്ടുന്ന ഹരിതല്ലത്. എന്ത് വിചാരിച്ചങ്ങൾ രാവിലെ വന്നത്? എന്നെ പൊതുവെ പറയുന്ന ആശയം, അയാൾ മുന്നിൽ നിൽക്കണം, ചീത്ത പറയടാ, സൗകര്യണി ഒന്നാമത്. ഒന്നാമത്തെ ഈ ചീത്ത എനിക്ക് തന്നെയാണ്. എടാന്ന് വിളിച്ചാൽ ഇന്നെ തന്നെയാണ്. മനസ്സിലായോ? എന്റെ ഈ കടത്തന്റെ 110 കിലോ ഉണ്ട്. ഇജാണ് ആ തടി ആർക്ക് വേണ്ട? അതാ കൊലായില സുവരിക്കും. നിന്റെ ഒരു രൂപം അതും അല്ലാഹ്ക്ക് വേണ്ട. ഏതാണ് ആ രൂപം? യാ ഖിയാം, യാ റുകൂ, യാ സുജൂദ്. ഈ ഹദീസ് നമ്മൾ 5ാം ക്ലാസ് പഠിച്ചില്ലേ മദ്രസീന്ന്? ഇത് പഠിക്കാത്ത കുട്ടിയാരെവിടെ ഉള്ളത്? ഇത് 5ാം ക്ലാസ് പഠിച്ചില്ലേ ഈ ഹദീസ്? ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും. നിങ്ങളെ തടിയും തൂക്കം ആർക്ക് കാണണ്ട? അല്ലാഹ്ക്ക് കാണണ്ട. വലാ ഇലാ സുവരിക്കും. നിങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്ന രൂപങ്ങൾ, ഖിയാമ്, റുകൂഅ്, ഖുഊദ്, സുജൂദ്, ഈ രൂപങ്ങൾ, ഇത് രൂപല്ലേ? ഖിയാമ രൂപാണ്, പിന്നെ റുകൂഅ് രൂപാണ്, ഖുഊദ് രൂപാണ്, സുജൂദ് രൂപാണ്. അതൊന്നും അല്ലാഹ്ക്ക് കാണണ്ട. വലാകിൻ യൻദുറു ഇലാ, നിങ്ങളെ ഖൽബിൽ എന്താ ഉള്ളത് അതേ അല്ലാഹ് കണ്ടോളൂ. ഇതറിയാത്ത ഒരാളുണ്ടോ? ഈ ഹദീസ് അറിയാത്ത കുട്ടിയുണ്ടോ? ഇല്ല. അല്ലാഹ്ക്ക് നിങ്ങളെ തടിയും തൂക്കം കാണണ്ട. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്ന രൂപങ്ങളും അല്ലാഹ്ക്ക് കാണണ്ട. ഖിയാമ രൂപം, റുകൂഅ് രൂപം, സുജൂദ്, ഇതൊന്നും അല്ലാഹ്ക്ക് കാണണ്ട. വലാകിൻ യൻദുറു ഇലാ, എന്താ കൽബിലുണ്ടാണ്ട്? നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്താ കൽബിലുണ്ടാണ്ട്? നോമ്പുകൾക്കും എന്താ കൽബിലുണ്ടാണ്ട്? ഇതാണ് ഇബാദത്തിന്റെ അർത്ഥം. ഇതെല്ലാവരും പഠിച്ചാൽ ഇബാദത്തിന്റെ അർത്ഥം അതാണ്. ഓരോന്നിനും അർത്ഥം ഉണ്ടാവും, ഓരോന്നിനും ഒരു ഇസ്തിലാഹ് സാങ്കേതിക വാക്കുണ്ടാവും. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാമിൽ അവസാനിക്കുന്ന നിർദ്ദിഷ്ട വാക്കുകളുടെയും പ്രവൃത്തികളുടെയും സമാഹാരമാണ് എന്ത്? നിസ്കാരം. ഫജ്റോടുകൂടി തുടങ്ങി മനസ്സിലായില്ലേ? നെഫ്സിനെയും ഹവയെയും വൈകുന്നേരം വരെ ഉറൂബ് വരെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് എന്ത്? നോമ്പ്. ഇഹ്റാം ചെയ്ത് മിനായിൽ പോയി, അറഫയിൽ പോയി, മുസ്ദലിഫയിൽ പോയി, പിന്നെ ജംറയെ എറിഞ്ഞ് ഇഫാദത്തിന്റെ തവാഫും വിദാഇന്റെ തവാഫും ചെയ്യുന്ന ആ ഒരു കർമ്മങ്ങളുടെ കൂട്ടത്തിന്റെ സമാഹാരത്തിന്റെ പേരാണ് ഹജ്ജ്. ഇബാദത്ത് വേണ്ട. ഇബാദത്ത് എന്നാൽ തദല്ലുൽ നിസാരത്തരം, താഴ്മയുടെയും നിസാരത്തരത്തിന്റെയും ആയത്ത്, അറ്റം, അഖ്സ അങ്ങേറ്റം. അപ്പോൾ എന്തായി അർത്ഥം? നിസാരത്തരത്തിന്റെയും താഴ്മയുടെയും അറ്റത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ജത്യപ്പ ആരായി ഇബാദത്ത് ചെയ്തു. ഇപ്പോഴും ഇങ്ങനെ തല ഒന്നിച്ച ആളായി നടക്കാണ്. അപ്പൊ എന്തായി? നിസ്കാരക്കാരനാണ്. ആരല്ല? ആബിദല്ല. ഇത് നോമ്പുകാരനാണ്, ആബിദല്ല. അപ്പൊ ഈ അടിയിറങ്ങണം, നിന്യനാണം.
അതിന് നമ്മൾ നോമ്പിന്റെ തുടക്കം മുതൽ നിങ്ങനാക്കിക്കൊണ്ടിരാണ്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. പിന്നെ അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി. ഇന്നത്തോടു കൂടെ നമ്മളിപ്പോൾ ജയിലിൽ കയറി. ഇന്ന് മഗ്‌രിബോട് കൂടെ നമ്മൾ ജയിലിലോ. ഇവരെ കൂട്ടിലുള്ള മറ്റേ പോലീസ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എപ്പോ? ഒന്നാമത്തെ നോമ്പിന് അറസ്റ്റ് വാറണ്ടാ. അപ്പൊ അല്ലാഹുമ്മർഹംനീനെ അറിയണ്ടുള്ളൂ. മറ്റേത് പിടിച്ചിട്ട് എന്താക്കി? കൂട്ടിലെത്തി. അപ്പൊ അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബിയായി. കൂട്ടിന് പിന്നെ നമ്മളെ എവിടെ കൊണ്ടുപോയി? ജയിലിൽ കൊണ്ടുപോയി. വിടണില്ല, ജയിലിൽ കൊണ്ടുപോയി. അപ്പൊ ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമ്മൾ എവിടെ എത്തും? ജയിലിലെത്തും. അപ്പൊ ഞാൻ എന്താ പറയാ? അല്ലാഹുമ്മ അത്തിഖ്നി, മോചിപ്പിക്കുക എന്ന് പറയണമെങ്കിൽ എവിടെ ആകണം? ജയിലിലാണ്ടടെ എങ്ങായി. ഇങ്ങത് മനസ്സിലാക്കിയവന് സിഹറുമില്ല, കണ്ണേറുമില്ല, ഒരു കുന്തേറുമില്ല. ഇത് മനസ്സിലാക്കണം. സിഹറ് പറ്റിക്കാൻ ഓരോരുത്തർ പാഞ്ഞു നടക്കണത്. അല്ലാതെ നിങ്ങളിവിടെ ഇത്ര അതിരാവിലെ നിങ്ങൾ ക്ലാസ്സിലൊക്കെ വന്നതല്ല. നിങ്ങൾ പല ആളുകൾ ഇവിടെ വന്നത് ഇവിടെ കുത്തരുന്ന എൻ്റെ കണ്ണേറൊന്നും ശരിയാവും എന്ന് വിചാരിച്ച് വന്നത്. അങ്ങനെ കണ്ട പൊരിയിൽ തന്നെ കണ്ണീർ പാത്തിലാക്കാം. പിന്നെ ആദ്യം കണ്ടെത്തണം. ആരെ കണ്ടെത്തണം? എൻ്റെ നിസ്സാരത്വത്തിനെ കണ്ടെത്തണം. അപ്പൊ അബുദായ എനക്ക് നടക്കാത്തൊരു കാര്യമില്ല. അബുദിനെ ഒറ്റച്ചാട്ടത്തിന് സിദ്റത്തുൽ മുന്തയിലെത്തിയ അബുദ് സുബ്ഹാനല്ലദീ അസ്റാ ബി നബിയിന്നല്ല. നബിയാവുമ്പോൾ കുറച്ച് വലിപ്പത്തലുണ്ട്. എന്തേ അങ്ങനെ പറയണം? അല്ലാഹ് നമുക്കിനെ ആയത്തൊക്കെ കാണുമ്പോൾ ഒരു ഇടങ്ങേറുണ്ട്. നമ്മളെ നബിനാണല്ലോ അള്ളാഹ് എന്ത് പറഞ്ഞ് അടിമ. നബി എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ്. സുബ്ഹാനല്ലദീ. ഞാൻ കുറച്ച് ചീറ്റൊക്കെ പറയും. അതിന് സൗകര്യമുള്ളവർ വന്നാൽ മതി. ഞങ്ങളോടൊന്നും ക്ലാസ് കയറണമെങ്കിൽ 500 റുപ്യ തരണം ഒന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്നാൽ മതി. നിങ്ങളാരും ഇല്ലാത്ത കാലത്ത് നടന്നിട്ടുണ്ട്. അതിനാണ് അള്ളാഹു തആല കൊറോണ വന്നത്. കൊറോണയിൽ ഞാൻ ഒറ്റയ്ക്കിന് ക്ലാസ് എടുത്തിന്. വെള്ളിയാഴ്ച അള്ളാഹ് ദിവ്യാനുരാഗം ഞാൻ ഒറ്റക്ക്. 2019 അള്ളാഹ് ദിവ്യാനുരാഗം തുടങ്ങി. 2020 കൊറോണയും തുടങ്ങി. പിന്നെ ഞാൻ ഒറ്റക്ക ഒരുപാട് ക്ലാസ് ഒറ്റക്ക അങ്ങനെ നടന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളൊരാളിവിടെ ആവശ്യമില്ല. എനിക്ക് നന്നാകണമെങ്കിൽ എനിക്കെന്നാണ്, നിനക്കെന്നാണെങ്കിൽ എനിക്കെന്നാണ്. നിൻ്റെ അടിയിലേക്ക് എന്നാ ഒരാൾക്കും നന്നാകാൻ കഴിയില്ല. ഇവിടെ നന്നാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ എന്ന് വിചാരിക്കരുത് കേട്ടാ. വളരെ ചിന്തിക്കണം. നന്നാക്കിയാലല്ലാതെ നന്നാവില്ല. ഏത് പഴയ സാധനവും പഴയതെടുക്കാൻ കടക്കാരൻ വന്നാൽ ഓൻ എന്താ ചെയ്യാന്നറിയോ? ഓന് വാങ്ങിയാൽ അത് ചവിട്ടിയിട്ട് തറ വലിയ ഒരു കൊടുക്ക ഓനാണ് വാങ്ങി. തൂക്കി നോക്കുമ്പോൾ എത്രയുണ്ട്? അജുമേ അത് 3 കിലോ ഉണ്ട്. ആയിക്കോട്ടെ, 3 കിലോ പഴയ അലുമിനിയത്തിന് എത്രയോ പൈസ ചോദിച്ചു. പൈസ പറഞ്ഞു, എണ്ണി കൊടുത്തു. പിന്നെ പൈസ എണ്ണി കൊടുത്താൽ പിന്നെ ഓൻ്റെ മുതലായി. പിന്നെ അജുമ കാണാൻ ചവിട്ടി തറ വലിയ കൊടുക്ക ഓൻ ചവിട്ടിട്ട് ഇത്രയും കൊടുക്കും ചാക്ക്. എന്നിട്ടത് കൊണ്ടുപോയി സ്റ്റീൽ കോംപ്ലക്സ് കൊണ്ടുപോകും. എന്നിട്ട് ചൂളിക്കിടും. 3-ാം ദിവസം 1-ാം നമ്പർ പുത്തൻ കുടിക്കേറ്റിന് വരും. ചവിട്ട് കിട്ടാത്ത ഒരാളും നന്നാവില്ല. ചവിട്ടാണ്. നിങ്ങളൊക്കെ ബഹുമാനപ്പെട്ട മഹാന്മാരായാൽ നിങ്ങൾ നന്നാവില്ല. ഞാൻ ബഹുമാനപ്പെട്ട മഹാനായാൽ ഞാനും നന്നാവില്ല. ഞാൻ എന്നെ ആക്ഷേപിക്കുന്ന ഒരാൾക്കെതിരെ ഒരു വാക്കുറയില്ല. ഇതുവരെ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പറയില്ല. ജനങ്ങൾ ഫിത്നയാവുന്ന ചില പ്രശ്നങ്ങൾ എവിടെയും തോണ്ടും, അത്രയേ ഉള്ളൂ. എന്തുകൊണ്ട്? എനിക്ക് ചവിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ ഞാൻ അഹങ്കാരിയാവും. ഈ വയല് പറയുന്നതനുസരിച്ച് നാട്ടുകാരൻ ഞാൻ ബഹുമാനിച്ചാൽ ഇന്നെപ്പോലത്തെ പൂജാരി പറഞ്ഞ് വേറെ ഉണ്ടാവില്ല. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ചവിട്ട് നിർബന്ധം. അപ്പൊ താഴ്ത്തി കിടക്കും. മറ്റേ നമ്മളാണ് മാനം തോന്നും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നെ തലക്ക് കൊടുത്തോ. നമ്മളിപ്പോൾ എവിടെ കിടക്കുന്നത്? ഇന്ന് മഗ്‌രിബോട് കൂടെ ഇന്നത്തെ തീരുമാനമായി. പിന്നെ ജയിലിലിടുക അള്ളാഹ് തീരുമാനിച്ചു. ഇന്ന് മഗ്‌രിബിലാവുമ്പോൾ നമ്മളെ കൊണ്ട് എവിടെ ഇടും? ജയിലിടും. ഇനി ഒരു നിർവാഹമല്ല. ഇനിയിപ്പോൾ വലിയ 10 ആൾ കയറിയാൽ നിൽക്കാത്തത്തരം അതിൻ്റെ ഉള്ളിലെ നമ്മൾ അതിൻ്റെ ലോക്കപ്പിൻ്റെ ഉള്ളിലെ നമ്മൾ. ഇനി പോരാൻ നിർവാഹമല്ല. ഇനി ഒറ്റ നിർവാഹമേ ഉള്ളൂ. എന്ത്? മോചിപ്പിക്കണം എന്ന് പറയാം. അങ്ങനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് അവസാനം മോചിപ്പിക്കണമാണില്ല.
അപ്പം നമ്മൾ പ്രസിഡന്റിന് ദയാർജി കൊടുക്കും, മാപ്പാക്കണം. അതാണ് ഇനി ഇത് പറഞ്ഞത് വീണ്ടും ചോദിച്ചോ, അള്ളാഹുമാർ ചേഞ്ച് ആക്കിയിട്ട് പിന്നെ എന്ത് പറയും? അള്ളാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ. അതിൽ പിന്നെ നമ്മൾ ജയിലിലാണെന്ന് വരെ പറയില്ല, നിങ്ങൾ വലിയ മഹാനല്ലേ, മാപ്പാക്കണം. അള്ളാഹുമ്മ ഇന്നക അഫൂൻ. പ്രസിഡന്റിന് ദയാർജി കൊടുക്കുമ്പോൾ പറയാം, ഇന്ത്യയുടെ പരമാധികാരിയും പ്രഥമ പുരുഷനുമായ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സമക്ഷത്തിങ്കിലേക്ക് അങ്ങയുടെ മഹത്തായ സ്ഥാനം ഉപയോഗപ്പെടുത്തി എനിക്ക് മാപ്പ് ചെയ്യണം, ഇതേ പറയണ്ടു. അല്ല ഞാൻ കൊന്നിട്ടില്ല പിടിച്ചിട്ടില്ല എന്നൊന്നും പ്രസിഡന്റിന് പറയണ്ടില്ല. ജി കൊന്നിട്ടുണ്ട്, ജി പിടിച്ചിട്ടുണ്ട്, ജി കട്ടിട്ടുണ്ട്, ജി ബാങ്കിൽ ഊട്ടാക്കിയിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അവിടെ ഇനിയിപ്പോൾ പ്രസിഡന്റിൻ്റെ അടുത്തേക്ക് ദയാർജി കൊടുക്കുമ്പോൾ വക്കീലിനെ പറഞ്ഞേക്കൂല. അവിടെ ഇനി ഒറ്റ വാക്കിയുള്ളൂ, എന്ത്? അവരെ മാത്രം പറയാം, നമ്മൾ ചെയ്തിട്ടില്ല എന്ന് പറയണേ ഇല്ല, നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ലാസ്റ്റ് സമ്മതിച്ചു. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ, നീ മാപ്പ് ചെയ്യുന്നവരാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് കൊടുക്കുന്നത് നിനക്ക് വളരെ ഇഷ്ടമാണ്. ഫഅഫ്വനി, ഈ കുറ്റവാളിക്ക് മാപ്പാക്കണം. ബസ് അത്രേ ഉള്ളൂ. ഞാനേ ചെയ്തിട്ടില്ല, മലക്കുകൾ വെറുതെ എഴുതിയതാണ്, ഒന്നും ഇനി പറഞ്ഞില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ വലിയ മാപ്പ് കൊടുക്കുന്നു. എന്താ കാര്യം? നമ്മൾ അടിയില്ല, നമ്മളെ മനസ്സിലാക്കി ചി കള്ളനാണെന്ന് എനക്കത് മനസ്സിലായി. ഇതുവരെ വക്കീലിങ്ങനെ പറയാണ് ജി കൂട്ടുമോക്കുമോ, യുവർ ഓണർ എന്റെ കക്ഷി എവിടെ മോഷ്ടിക്കാൻ വേണ്ടി പോയതല്ല. അപ്പൊ എനക്കും കട്ടോനാണ്. വക്കീലിങ്ങനെ വാദിക്കണ കാട്ടുമ്പോൾ എനിക്ക് തന്നെ ഒരു തോന്നലുണ്ട്, മിക്കവാറും ഞാൻ ഇതിൽ കഴിച്ചില്ലോ. വക്കീലിന്റെ സ്വറ കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ കട്ടിട്ടില്ല. കാരണം ആജാതി വിശദീകരണമാണ് ആര് പറയണത്. അതെ, മനസ്സിലായില്ലേ? അങ്ങനെ എൻ്റെ വാപ്പനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കോടതി പോയ സമയത്ത് ഒരാൾ എറിഞ്ഞത് വക്കീൽ വിശദീകരിക്കുന്നുണ്ട്. ഓ എറിഞ്ഞോന്നെ. അപ്പോൾ വക്കീൽ കാണിച്ചു, എറിയുമ്പോൾ നിങ്ങൾ എറിയുന്ന ആളുടെ എത്ര അകലത്തിലാണ്? അപ്പോൾ ചോദിച്ച് എത്ര അകലത്തിലാണ്? അപ്പോൾ പറഞ്ഞ് ഞാൻ അടുത്താണ്. നിങ്ങൾ ഒരു കയ്യിൻ്റെ ദൂരത്താണ്. അപ്പം അയാൾ അറിയാതെ പറഞ്ഞു, അതെ അപ്പോൾ കയ്യിൻ്റെ ദൂരത്തായ നിങ്ങൾ എറിയേണ്ട ആവശ്യം എന്താണ്? കേസ് വിട്ടു. മനസ്സിലായില്ല? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ മനസ്സിലായല്ലോ, നമ്മൾക്ക് ബാധകതകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് രാത്രിയോടുകൂടെ തോന്നൂല. ഇന്ന് രാത്രിയോടെ നമ്മൾ എന്തിലാക്കി? കുറ്റം തീരുമാനിച്ചു, കുറ്റവാളി തന്നെ. അതുകൊണ്ട് തന്നെ എവിടെ ഇടാണ്? ജയിലിലിട്. അപ്പൊ ഇങ്ങനെ മോചിപ്പിച്ചു തരണം. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനി ജന്നത. അപ്പൊ എന്തായി? ഈ കള്ളനാണെന്ന് ഇജ്ജ് മനസ്സിലാക്കി, ഇജ്ജ് വ്യഭിചാരിയാണെന്ന് ഇജ്ജ് മനസ്സിലാക്കി, ഈ ലൂട്ടുകാരനാണെന്ന് ഇജ്ജ് മനസ്സിലാക്കി, ഇജ്ജ് റേപ്പുകാരനാണെന്ന് ഇജ്ജ് മനസ്സിലാക്കി. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ നിസ്സാരത്തെ മനസ്സിലായി. അതാണല്ലോ എന്ത്? ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലി, നിസ്സാരത്തരത്തിന്റെയും താഴ്മയുടെയും അറ്റത്തിന്റെ അങ്ങേയറ്റം. സൂപ്പർലെറ്റീവാണ്. അറ്റത്തിന്റെ അങ്ങേയറ്റം. നീങ്ങനായി. അപ്പൊ എന്തായി? എന്നെ കണ്ടു, ഞാൻ ആരാണ്? കുറ്റ പറ കണ്ടു, ആരെ? നീ ആരാണ്? കുറ്റവാളിയാണ്. അപ്പൊ എനിക്ക് അവന്റെ മാത്രം മനസ്സിലാവും. അല്ലാഹുമ്മ ഇന്നക അഫൂൻ. മറ്റേ തർക്കിക്കരുത് വരെ. ഇതാണ് നോമ്പ്. ഇതിനാണ് നോമ്പ് പറയാം. ഞാൻ ഹിക്കമിന്റെ ഷറഹിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ് പറയുന്ന ഒരു വാക്കിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. അവന്റെ പരമായിരിക്കും ഒരാൾ ഹഖ് തആലയിലേക്ക് എത്തിച്ചേർന്നാൽ ലം യഹ്തദി ഇലാ നഫ്സിഹി, അവന്റെ നഫ്സിന്റെ മേൽമത്തരം അവൻ മനസ്സിലാക്കാൻ കഴിയില്ല. അവൻ ഹഖ് തആലയിലേക്ക് എത്തി എങ്കിൽ പിന്നെ ഓന്റെ നഫ്സിനെ അവൻ കാണേയില്ല. ആരെ കാണാൻ? ഹക്താലിന്. അവൻ അങ്ങ് നിസ്സാരനായി ആരുടെ മുന്നിൽ? അപ്പൊ അവിടെ വൽപ്പത്തരം ആർക്ക് മാത്രമേ ഉള്ളൂ? ഒരാൾ പോയി ഹക്താലാന്റെ വൽപ്പത്തരത്തിലെത്തിയാൽ അവന് പിന്നെ അവിടെ ഇല്ല. പിന്നെ അവിടെ ആരേ ഉള്ളൂ? ഹക്താലേ ഉള്ളൂ, അല്ലാഹു തആലേ ഉള്ളൂ. ഒന്നുമില്ല. ഒരാൾ അവന്റെ നഫ്സിനെയാണ് അവൻ മനസ്സിലാക്കിയതെങ്കിൽ ലം യഹ്തദി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് എത്താൻ അവനോട്ട് കഴിയില്ല. അല്ലാഹുവിലേക്ക് എത്തിയവൻ അവനെ കാണൂല, അവനിലേക്ക് എത്തിയവൻ അല്ലാഹുവിനെ കാണൂല. ഒന്നും കൂടി പറയാം, അല്ലാഹുവിലേക്ക് എത്തണമെങ്കിൽ
നീ നിന്നെ കാണാതിരിക്കണം. ഇപ്പം നോമ്പ് നോറ്റ് എന്നെ പറ്റി ഇങ്ങനെ പറയിപ്പിക്കരുതല്ലോ. ഇതിപ്പോൾ ഒന്നാം നോമ്പിനേക്കാൾ ഉഷാറായില്ല രണ്ടാം നോമ്പിന്. ഒന്ന് പറ, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കല്ല. ഒന്നാം നോമ്പിനേക്കാൾ രണ്ടാം നോമ്പിന് ഉഷാറായില്ലേ? ഒന്നാം നോമ്പിൻ്റെ നോമ്പും കിട്ടുന്നുണ്ട്, രണ്ടാം നോമ്പുണ്ട് രണ്ട്. അതിനേക്കാൾ ഉഷാറായില്ലേ എന്ന്? മൂന്നാം നോമ്പ് അതിനേക്കാൾ ഉഷാറായില്ലേ എന്ന്? നാലാം നോമ്പ് ഇപ്പം നമ്മളാരാ? 19 നോമ്പ് നോറ്റ് 20 തറാവി നിസ്കരിച്ച് നമ്മൾ ആരെ? നമ്മൾ തറാവിയൊക്കെ അഡ്വാൻസ് പിടിച്ചു, നേരത്തെ പിടിച്ചു, അതൊന്നും പ്രശ്നമില്ല. ആദ്യം തറാവി പിടിച്ചു, പിന്നെ നമ്മൾ നോമ്പ്. ഓ ഭയങ്കര ഉഷാറായി ഇല്ലേ? ഞാൻ ആരാണ് വിചാരിക്കുന്നത്? എങ്കിൽ അനക്ക് അള്ളാഹിനോട് മാപ്പാക്കണം എന്ന് പറയേണ്ട ആവശ്യം എന്താ? നമ്മളിങ്ങനെയൊക്കെ നോറ്റ് നടക്കുകയാണെങ്കിൽ അത് നോക്കണ്ടല്ലേ? നമ്മളിനിയിപ്പോൾ എന്താ പറയേണ്ട ആവശ്യം എന്താ? തിരിഞ്ഞില്ല, നമ്മൾ നോമ്പ് വെച്ചില്ലേ? ഇങ്ങനെയൊക്കെ നോമ്പ് നോട്ട് പിന്നെ കുഴഞ്ഞ് വീണിട്ട് കിടക്കണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി നടക്കൂല. മനസ്സിലായി? നിങ്ങൾ ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് മുസ്തഫ നബി സുന്നത്താക്കിയതാണ്. എന്തുകൊണ്ട്? നീ നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ തഖ്സീറിനെ നീ മനസ്സിലാക്കും. നിന്റെ തഖ്സീറിനെ മനസ്സിലാക്കുമ്പോൾ നീ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയും. നിന്റെ മഹത്വത്തെ മനസ്സിലാക്കൂല. നിന്റെ മഹത്വത്തിലേക്ക് എത്തിയാൽ നീ നിസ്കരിച്ചിട്ടില്ല. നിന്റെ വീഴ്ചയിലേക്ക് എത്തിയാൽ നീ നിസ്കരിച്ചു. നിന്റെ വീഴ്ചയിൽ എത്തണമെങ്കിൽ നീ ആരെ കാണണം? അല്ലാഹുവിനെ കാണണം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതിപ്പോൾ ഇതൊരു ടിഷ്യൂവിൻ്റെ പെട്ടിയാണ്. ഇതിപ്പോൾ വലിയ ആളായി ഇരിക്കുക. എന്താ ചുറുക്ക്, എന്തൊക്കെയാണ് നല്ല വയലറ്റിൻ്റെ എഴുത്തുണ്ട്, നല്ല പെട്ടിയാണ്. പകുതി ഒരു കളറ്, പകുതി വേറൊരു കളറ്. എന്താ ഓ ഭയങ്കര പെട്ടി. ഇനി ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഇതിനേക്കാൾ ചുരുക്കുള്ള, ഇതിനേക്കാളും വലുപ്പമുള്ള ഉന്നതമായ ടിഷ്യൂ പേപ്പറുള്ള, ഇതൊന്നും അല്ലാത്ത അത്രയും വലിയ ഒരു ടിഷ്യൂ പേപ്പർ ഇവിടെ കൊണ്ടെന്ന് വെച്ചാൽ പിന്നെ മൂപ്പര് പായ നോക്കുക ചെയ്യുക. എങ്ങനെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് കഴിച്ചിലാണെന്നാണ്. അള്ളാനെ കാണാത്ത കാലത്തോളം ഇജാണ് വലിയവൻ. ജി വലിയവനാണെന്ന് പറഞ്ഞു നടക്കുമ്പോഴാണ് എന്നോട് അള്ളാഹ് നിസ്കരിക്കാൻ പറഞ്ഞ്. അപ്പോൾ അള്ളാഹു വലിയവനാണെന്ന് ജി പറഞ്ഞു. പിന്നെയും പറഞ്ഞു. വേറെ ദിക്റില്ലാത്ത പോലെയാണ് പിന്നെ തന്നെ പറയിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. എന്നാൽ അത്ര വലിയ ദിക്റാണോ? അല്ല, അതിനേക്കാൾ ദിക്റല്ലേ, വലിയ ദിക്റല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാ ഇന്ത്യക്കാലത്തിൽ മനസ്സിലായില്ല, ഏറ്റവും നല്ല ദിക്റേതാ? ഏറ്റവും വലിയ ദിക്റേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. റുക്കൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. റുക്കൂ എല്ലാം. അപ്പൊ എല്ലാവരും കേട്ടാൽ തന്നെ അറിയും എന്ത് ചൊറുക്കുണ്ട തൗഹീദിന്റെ വാക്കൊക്കെ പറയുന്ന കേട്ടാൽ. അതല്ല, എന്താ പറയിപ്പിക്കണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല പറയിപ്പിക്കണം. എന്താ? അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒറ്റ സ്ഥലത്തും പറയിപ്പിക്കണില്ല, എല്ലാ സ്ഥലത്തും എന്തേ ഉള്ളൂ? അല്ലാഹു അക്ബർ. എന്തേ? അള്ളാന്റെ വലിപ്പത്തരം മനസ്സിലാക്കിയാൽ നീ നിന്റെ ചെറുപ്പത്തരം മനസ്സിലാക്കും. അപ്പോൾ നീ ഓട്ടോമാറ്റിക്കലി എത്തിച്ചേരും എന്തിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിന് വിളിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. 4 വട്ടം തക്ബീർ. അങ്ങനെ തന്നെയല്ലേ ബാങ്കിൽ? അവസാനം പിന്നെ 2 വട്ടം തക്ബീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം 2, പിന്നെ 1, 3. ലാ ഇലാഹ ഇല്ലല്ലാഹ് 3, അല്ലാഹു അക്ബർ 6. ബാങ്കിൽ അതിന്റെ കൂടെ ഇല്ല. മനസ്സിലായില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദോട് കൂടെ 2ഉം പിന്നെ അഷ്ഹദ് ഇല്ലാതെ 1. അപ്പൊ 2, 1, 3. അല്ലാഹു അക്ബറോ തുടക്കത്തിൽ 4, അവസാനം 2. എന്ത്? അള്ളാഹുവിന്റെ വലിപ്പത്തരത്തിലേക്ക് നീ നീങ്ങണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ കടക്കുന്നതിനനുസരിച്ച് നിന്റെ നിസ്സാരത്തെ നിനക്ക് മനസ്സിലാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പം നമ്മൾ നമ്മുടെ നിസ്സാരത്തെ മനസ്സിലാക്കാനുള്ള ദിവസത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ച് അതിൻ്റെ ലാസ്റ്റ് പീക്ക് പോയിന്റിലേക്ക് കയറുക. ഇവിടെ നമ്മൾ ആരെ കാണാൻ പാടുള്ളൂ? അല്ലാഹ്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഞാൻ ചെയ്തു എന്നല്ല ഈ മനസ്സിലാക്കേണ്ടത്. ഞാൻ ചെയ്തു മനസ്സിലാക്കുകയേ ചെയ്യരുത്. ഞാൻ ചെയ്തല്ലോ മനസ്സിലാക്കരുത്. ഞാൻ ചെയ്തല്ലോ എന്ന് മനസ്സിലാക്കിയാൽ നഷ്ടക്കാരനാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കൊരു സ്ഥലം കൂടി ഞാൻ വായിച്ചത്. വളരെ ചിന്തിക്കണം.
അല്ലാഹു സുബ്ഹാനഹു ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അബ്ദിന് ചെയ്യുന്ന ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ ആ അബ്ദിന് അല്ലാഹുവിനെ മനസ്സിലാക്കാൻ അല്ലാഹു തആല അവസരം കൊടുക്കും. അപ്പൊ അബ്ദ് അല്ലാഹുവിനെ മനസ്സിലാക്കും. നോക്കൂ, ഹിക്മന്റെ ഒരു വാക്ക് നോക്കൂ. ലൗലാ ജമീലു സിത്രിഹി ലം യകുൻ അമലുൻ അഹ്ലൻ ലിൽ ഖബൂൽ. ലൗലാ ജമീലു സിത്രിഹി, അല്ലാഹുവിന്റെ മറച്ചു പിടിക്കുക എന്ന അഴകില്ലായിരുന്നുവെങ്കിൽ. ലൗലാ ജമീലു സിത്രിഹി, ലൗലാ ജമീലു സിത്രിഹി, അല്ലാഹു തആല കേടുകൾ മറച്ചു പിടിക്കുക എന്ന അള്ളാഹുവിൻ്റെ ഒരു അഴക് ഇല്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലുൻ, ഒരു അമലും അല്ല അഹ്ലല്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. ആർക്കല്ല? ആർക്കുമല്ല. മനസ്സിലായില്ല? ആ അമലിന്റെ കേട് ആര് മറച്ചു? ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ നമ്മൾ നോമ്പ് പറ്റൂ, ഈ നോമ്പ് സ്വീകരിക്കപ്പെടാൻ അർഹത ഇല്ല. കാരണം അക്സാ വായത്തിൽ ഖുളൂഇൽ ഒരിക്കലും നമുക്ക് എത്തുന്നില്ല. മനസ്സിലായില്ല? നോക്ക്, നോമ്പ് പറ്റൂ അഹങ്കരിക്കണ്ട. അല്ലാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞു. എന്തിന്? പണ്ട് കുടിച്ച കള്ളിനല്ല, ഇപ്പൊ നോക്കി നോമ്പിന്. ലൗലാ ജമീലു സിത്രിഹി, ഹിക്മന്റെ വാക്ക ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ എഴുതുക. ചിന്തിക്കുക. ലൗലാ ജമീലു സിത്രിഹി, മറച്ചു പിടിക്കുക എന്ന അല്ലാഹുവിന്റെ മഹത്തായ സിദ്ധി ഇല്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലുൻ, ഒരു അമലും അല്ല അഹ്ലൻ, അവകാശപ്പെട്ടതല്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. അപ്പോൾ നമ്മുടെ അമലായത് അല്ലാഹു സത്താറായത് കൊണ്ടാണ്. എന്തുകൊണ്ട്? ഇഖ്ലാസ് ഇല്ലാതെ ഒരു അമലും സ്വീകരിക്കില്ല എന്ന് ആദ്യം തന്നെ ഓർക്കണം. ഇഖ്ലാസ് എനിക്ക് എവിടെയാ? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമു الصلاة ويؤتوا الزكاة وذلك دين القيمة حسبي ربي جل الله. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. അപ്പൊ നമ്മൾ ഇതുവരെ അല്ലാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? പണ്ട് കുടിച്ച കള്ള് പുറത്തിട്ടാനല്ല, ഈ അമല് ചെയ്തതിന്റെ കേട് പുറത്തിട്ടാണ്. എന്തുകൊണ്ട്? ഒരു അമലും സ്വീകരിക്കപ്പെടാൻ ഒരു യോഗ്യതയുമില്ല അല്ലാഹു ആരല്ലെങ്കിൽ. പറ ലൗലാ, ഒന്ന് നോക്ക്, മനസ്സിലാക്ക്. ഭയങ്കര ആഴമുള്ള വർത്താനായി പറയണത്. ലൗലാ ജമീലു സിത്രിഹി, അല്ലാഹുവിന്റെ സിത്രിന്റെ അഴകില്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലുൻ, ഒരു അമലും ആവുകയില്ല അഹ്ലൻ, അർഹതയുള്ളതാവുകയില്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. ഒന്നുകൂടി പറയാം. ഏതാളുടെ ലൗലാ ജമീലു സിത്രിഹി, മറച്ചു പിടിക്കുക, അടിമകളുടെ കേട് മറച്ചു പിടിക്കുക എന്ന അല്ലാഹുവിന്റെ അഴകാർന്ന ഒരു സിഫത്തില്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലുൻ, ഒരു അമലും ആവുകയില്ല അഹ്ലൻ, അർഹതയുള്ളതാവുകയില്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. അപ്പോൾ നമ്മളുടെ അമൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ അല്ലാഹു, അമൽ ചെയ്യാൻ കാരണക്കാരൻ അല്ലാഹു, അമലിലേക്ക് നമ്മൾ ഓടി വരാൻ കാരണം അല്ലാഹു, അമലിന് ഉദവി കിട്ടാൻ കാരണം അല്ലാഹു, അമൽ ചെയ്യാൻ കരുത്ത് കിട്ടാൻ കാരണം അല്ലാഹു, ആ അമലിന്റെ കേട് പുറത്തറിയാതിരിക്കാൻ കാരണം അല്ലാഹു. പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതുകൊണ്ടാണല്ലോ പണ്ട് 200 കൊല്ലം മുമ്പ് 17ാമത്തെ വയസ്സിൽ മലയാളക്കരയിൽ വന്നു ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് ഹലബി തങ്ങൾ. ഒരു താരീഖാണ് മനസ്സിലാവുന്നു പറഞ്ഞത്, ഒരു താരീഖാണ് ഈ പറയുന്നത്. സയ്യിദ് ഹലബി തങ്ങൾ 200 കൊല്ലത്തിന് മുമ്പ് മലയാളക്കരയിൽ വന്നു 17ാമത്തെ വയസ്സിൽ. അങ്ങനെ പള്ളിയിൽ കയറി എന്ത് ചെയ്തു? ജുമാ നിസ്കാരത്തിന് കൂടി. ജുമാ നിസ്കാരം നടന്നുകൊണ്ടിരിക്കവേ ഇറങ്ങിപ്പോയി, പുറത്തുപോയി. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ ആളുകൾ പ്രശ്നമാക്കി. ഒരാൾ നമ്മളെ നിസ്കാരത്തിൽ കൂടി, പിന്നെ കഴിച്ചു പോയി, പിന്നെ പുറത്തുനിന്ന് ദൂരം നിസ്കരിച്ചു. അപ്പോൾ ആയി ഭയങ്കരമായി. അപ്പോൾ മോലിയർ വന്നു, ഇതേതാ പുതിയ ആൾ, ഇയാളെന്തേ ഇങ്ങനെയാണ് നിസ്കാരത്തിൻ്റെ അടി നിസ്കാരം നിർത്തിപ്പോയി, നിസ്കാരം മുറിച്ചു, അങ്ങനെ പല പ്രശ്നമുണ്ടായി. ഖത്തീബും വന്നു. അപ്പോൾ ഖത്തീബ് എന്ത് പറഞ്ഞു? അങ്ങനെ എന്നാ പിന്നെ ജുമാക്ക് വരാന്നൂടെ? അപ്പം പറഞ്ഞു,
നിങ്ങളെ ചാണകം മണത്ത്. അതുകൊണ്ട് ഞാൻ കൈയച്ചാണ്. ഞാൻ ജസ്സുള്ള ഇമാമിനെ തുടർന്നാൽ നിസ്കാരങ്ങൾക്ക് തന്നെ മുറിഞ്ഞിറക്കണം. അതുകൊണ്ട് ഞാൻ മാറിയതാണ്. അപ്പോൾ ലേശം ഓടി മൂപ്പർക്ക് ആർക്ക് അപ്പോൾ കാൽക്ക് വീണു. ഇമാമ് മാപ്പാക്കണം എന്ന് പറഞ്ഞു. എന്തേ? ഇമാം പറഞ്ഞത് ശരിയാ, ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ പ്രസവിച്ചിട്ടുണ്ട്, ഇനി വേഗം ഹക്കീക്കത്തിറക്കാൻ ഒരു മൂരിക്കുട്ടനെ കിട്ടണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി എൻ്റെ മനസ്സിൽ മൂരിക്കുട്ടന. അപ്പം ഞാനതങ്ങനെ തെരഞ്ഞു. മൂരിക്കുട്ടനെ ഇപ്പോൾ എവിടുന്നാ കിട്ടുക? അത് തന്നെയായിരുന്നു നിസ്കാരം മുഴുവനും. അതിവിടെ ബാക്കിലൊരാൾ മനസ്സിലാക്കി. എന്ത് പറഞ്ഞു? നിങ്ങളെ ചാണകം മണക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിസ്കാരവും പാസ്സായി, എൻ്റെ നിസ്കാരം കൂടി നിങ്ങളെ കൂടെ തൂക്കൂടണ്ട. ഞാൻ വേഗം മാറിയിട്ട് നിസ്കരിച്ചതാണ്. ഇതന്നെ 200 മുമ്പ് അന്നത്തെ ഇമാം. ഇതൊക്കെ വായ്ത്താരിയുടെ താരീഖ്. CM കുറിച്ച് എന്നോട് ഒരു പള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു പള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് പണ്ട്, കുറേ 20-25 മുമ്പാണ്. അപ്പം എന്താ വെച്ചെങ്കിൽ CM അവിടെ കാലത്ത് വരുന്നു, കൂടെയുള്ളവരോട് പള്ളിയിൽ പോയി നിസ്കരിച്ച് വരുന്നതാണ്. അപ്പോൾ പള്ളിയിലെ ഇമാമിന് ചൂടായി. അത് മൂപ്പര് നിങ്ങളെ പറഞ്ഞേക്കണ്, അയാൾക്കൊന്നുകൂടി ചോദിച്ചു. അപ്പോൾ ഈ പോയ ആളുകൾ പിന്നെ തിരിച്ചു വന്നു, നിങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു, മൂപ്പരോട് നിസ്കരിക്കാൻ പറഞ്ഞു. ഞാൻ പിന്നെ നിസ്കരിച്ചുകൊണ്ട് മൂപ്പരോട് നിസ്കരിക്കാൻ പറഞ്ഞു. അപ്പോൾ അയാൾക്ക് പിന്നെ ചൂടായി. അങ്ങനെ പലവട്ടം നടത്തിയപ്പോൾ CM മെല്ലവരോട് പറഞ്ഞു, അയാളെ മെല്ലെ ഒറ്റക്ക് വിളിക്കുക. അയാൾ ജനങ്ങളെ കൂട്ടത്തിലാണ്. അയാൾ ഒറ്റക്കടെ വിളിച്ചാൽ പറയാ, എന്നെ ഇമാമാക്കാൻ പറ്റൂല എന്ന് എനിക്കറിയാം. ഞാനാണ് വന്നാൽ പിന്നെ എൻ്റെ ജോലി അന്ന് പാത്തിലാവും. എനിക്ക് ചെറിയ ചെറിയ കുട്ടികളുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഐറ്റങ്ങൾ കഞ്ഞോടിച്ച് പോയിക്കോട്ടെ, അതാ ഞാനാണ് വരാത്തത്. ഇതിവരും മെല്ലെ കൊണ്ടെയാണ്, ചെരിവ് കൊണ്ടെയാണ് മൂല്യരോട് പറഞ്ഞു. അപ്പോൾ പിന്നെ മൂല്യർക്ക് കുഴപ്പമുണ്ടായില്ല. നയിക്കാമത്ത് കൊടുത്തു. മനസ്സിലായി? ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ചരിത്രങ്ങളാണ്. അതായത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായത് ഉദാഹരണമാണ്, പറഞ്ഞൊക്കെ ചരിത്രം. എന്തേ അന്നത്തെ മനുഷ്യന്മാരെ അമലന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളെ അമലെന്താ? നമ്മളിപ്പോൾ അള്ളാന്ന് വിചാരിച്ചിട്ട് എന്നെപ്പോൾ നിസ്കരിച്ച് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ പുറത്തിറങ്ങിയാണ്ട് മൊബൈൽ എടുത്തുകൊണ്ട് മാന്തൽ കാണുമ്പോഴാണ് നമ്മൾ മാന്തൽ തുടങ്ങിയില്ലല്ലോ എന്ന ദുഃഖത്തിൽ നമ്മൾ വേഗം മൊബൈൽ തപ്പുക. നമുക്ക് തറാവി കഴിഞ്ഞില്ല ബേജാറല്ല, നമുക്ക് 2 മിനിറ്റ് മാന്താൻ നേരം വൈകിയുള്ള ബേജാറാണ്. തന്നെയല്ലേ നമ്മൾ തറാവി. അടിമകളുടെ കുറവുകൾ മറച്ചു പിടിക്കുക എന്ന ഒരു സിഫത്ത് അള്ളാഹുവിന് അഴകായ ഒരു സിഫത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ലം യകുൻ അമലുൻ, ഒരാളുടെ അമലും ആവുകയില്ല അഹ്ലൻ, അർഹതയുള്ളതാവുകയില്ല ലിൽ ഖബൂലി, സ്വീകരിക്കപ്പെടാൻ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നോറ്റ നോമ്പിനെ അംഗീകരിക്കണ്ട, അതിന് മര്യാദക്ക്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇന്ന് രാവിലെ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പം 2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഇന്ന് നോറ്റ നോമ്പ് ഇതുവരെ ആയിക്കിട്ട് കബൂലായിക്കിടന്ന് ഉറപ്പുള്ളവർക്ക് കൈപ്പൊക്കാം. ഞാൻ കൈവക്കൂല, എനിക്കുറപ്പില്ല. മനസ്സിലായില്ലേ? ഇന്നിപ്പോ നമ്മൾ നോമ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ 2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ അല്ലേ? പറയാ അത്രയല്ലോ. ഇതുവരെ നോമ്പ് നോറ്റത്, ഈ നോമ്പ് ഇതുവരെ ഇന്നലത്തൊന്നല്ല, ഇന്നത്തെ ഈ 2 മണിക്കൂർ നോമ്പ് അള്ളാഹ് പൊരുത്തപ്പെട്ട കുടുംബത്തിലാണ്. ധൈര്യമുള്ളവർക്ക് കൈവക്കാം. ഇല്ല പിന്നെന്താ? ഇനി ഇതിന്റെ കട്ടിയാണ്, പിന്നെ അതിന്റെ കട്ടിയാണ്. പിന്നെ ഒരു പേപ്പറിൽ ലേശം മഷി വരണ്ടാൽ അത് പ്രസിഡന്റ് സ്വീകരിക്കുന്നു. പക്ഷെ മറ്റേ പേജിലും അങ്ങനെ തന്നെയാണ്. എല്ലാ പേജിലും, കൊടുത്ത പേജിലും മുഴുവനും മഷി വരുന്ന ആശയങ്ങൾ. പിന്നെ അത് മുഖ്യമന്ത്രി വലിച്ചെറിയല്ലാണ്ട് ചെയ്യുന്നത്. മുഖ്യമന്ത്രി വലിച്ചെറിയും, ഇത് വലിച്ചെറിയില്ല. എന്റെ റബ്ബാണോ സത്താറാണോ ഒരാളോട് പറയാ പോലുമില്ല. ഓന്റെ നിസ്കാരം പൊളിയായിരുന്നു പറയില്ല. കാരണം അവൻ ആരാണ്? അന്ത്യനാളിൽ എന്നോട് വിളിക്കും, അടുത്തേക്ക് ഉദുനമിന്നി, അടുത്തേക്ക് വാ എന്നോട് പറയും, ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയാം. സതർതുഹ, അത് ഞാൻ ചെയ്തപ്പോഴേ മറച്ചുപിടിച്ചതാണ്. ഒഫർതുഹ, ഇന്ന് ആരും അറിയണ്ട, നമ്മൾ തമ്മിലാണ്. പുറത്തു ഫദ്ഖുലുൽ ജന്ന, വേഗം കഴിക്കും. അവനല്ലേ നമുക്ക് എന്ത് യോഗ്യത, എന്ത് യോഗ്യത. എന്താണ് നബി എന്ന് മുത്തനബിയോട് ചോദിച്ചു. അപ്പൊ മുത്തനബി പറഞ്ഞു, അബ്ദിനോട് പറയാം, ആരും കേൾക്കണ്ട, അപ്പൊ അള്ളാഹുവിലേക്ക് അടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം, ആരും അറിഞ്ഞിട്ടില്ല. വിചാരിക്കണം ഞാൻ അറിഞ്ഞിട്ടില്ല, എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സതർതുഹ, അന്നും ഇന്നും ഞാനത്
മറച്ചു പിടിച്ച് നടക്കണം. ഒഫർത്തുഹ, ഇപ്പോൾ ഞാനത് പൂർത്തു നിന്നു. ഫദ്ഖുൽ ജന്ന ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ കയറിക്കും. ജിന്റെ അടിമയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അള്ളാഹിന്റെ മുന്നിൽ എനിക്ക് അർഹത ഉണ്ടെന്ന് പറയാൻ ആർക്ക് അവകാശം? ربي جل الله ما في قلبي غير الله على النبي صلى الله لا إله إلا الله حسبي ربي جل الله